പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും, മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിശക്തമായൊരു വചനം, കർത്താവ് വളരെ ശക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണിത്. ഇപ്പോൾ നമ്മളൊരു വിടുതൽ ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, ജീവിത പങ്കാളിയാകാം, സഹോദരന്മാരാകാം, അനുജനോ അല്ലെങ്കിൽ ചേട്ടനോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരാകാം, മദ്യപാനത്തിൻ്റെ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ കഴിയുന്ന മക്കൾ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, മദ്യപാനം മൂലം, ലഹരി വസ്തുക്കൾ മൂലം തകർന്നുപോയ ജീവിതങ്ങളുടെ മേല് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് താമസിച്ച് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഉള്ള ധ്യാനങ്ങളിൽ, അതുപോലെ തന്നെ കൺവെൻഷനുകളിൽ, ശുശ്രൂഷകളിൽ അച്ഛൻ കാണുന്ന ഒരു കാര്യം, മദ്യത്തിൽ, ലഹരി വസ്തുക്കളിൽ അടിമപ്പെട്ട് അതിൽ നിന്ന് മോചനം കിട്ടാത്തത് മൂലം തകർന്ന ജീവിതങ്ങളെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ വേദനയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം മദ്യപാനം മൂലം, ലഹരി വസ്തുക്കളുടെ സ്വാധീനങ്ങൾ മൂലം ഇന്ന് കുടുംബത്തിൽ ദാരിദ്ര്യമാണ്, കുടുംബത്തിൽ കടബാധിതയാണ്, കുടുംബത്തിൽ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായൊരവസ്ഥ. അപ്പന്റെ മദ്യപാനം മൂലം ഇന്ന് മക്കള് നാനാ വഴികളിലേക്ക് പോയി, കുടുംബം തകർന്ന ഒരവസ്ഥയാണ്. അപ്പന്റെ മദ്യപാനം മൂലം വേദനയോടെ കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരുടെ ജീവിതം കാണാനിട വന്നിട്ടുണ്ട്. അമ്മയുടെ കണ്ണുനീരണയ്ക്കാൻ ആർക്കാ സാധിക്കുക? അത്രമാത്രം പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിന്റെ പിടിയിൽ അകപ്പെട്ട ജീവിതാവസ്ഥ. ഇന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കിയാൽ, നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്ക്, മദ്യമാണ് വലിയ വ്യവസായമായി ഉയർന്നിരിക്കുന്നത്. മദ്യ വ്യവസായം മൂലം ഇന്ന് നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനത്തെ പോലും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അത് വിദേശത്ത് പോയാൽ, എവിടെ പോയാലും ഒരു മദ്യ സംസ്കാരം, അതൊരു പൈശാചികമായ സ്വാധീനമാണ്. അതിങ്ങനെ കുടുംബങ്ങളിൽ വന്നു, സമൂഹത്തിൽ വന്നു. ഇന്ന് ഏതൊരു പ്രോഗ്രാം ഉണ്ടായാൽ, വിവാഹമാകട്ടെ, മാമുദീസയാകട്ടെ, ആദ്യ കുർബാനയാകട്ടെ, വിശുദ്ധ കർമ്മങ്ങളുടെ ഇടയിൽ അതിനെ മലിനപ്പെടുത്തുന്ന വിധത്തിൽ മദ്യം വിളമ്പുന്ന, മദ്യം കൊടുക്കുന്ന, മദ്യം ഒഴുകുന്ന ഒരു സദ്യയായി നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ പല ശുശ്രൂഷകളും പ്രിയപ്പെട്ടവരെ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ അവസ്ഥയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊരു വിടുതൽ നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടേ? ഇതിൽ നിന്ന് നിന്റെ മകന് വേണ്ടേ? നിന്റെ മകൾക്ക് വേണ്ടേ? നിന്റെ സഹോദരന് വേണ്ടേ? നിന്റെ ചേട്ടനോ അനുജനോ വേണ്ടേ? നിന്റെ അയൽവാസിയാകാം, നിന്റെ ബന്ധത്തിൽപ്പെട്ടവരാകാം, നീ ആയിട്ട് ഇടപെടുന്ന വ്യക്തികളാകാം. അതിൽ നിന്നൊരു വിടുതൽ കിട്ടണം പ്രിയപ്പെട്ടവരെ. ഇന്ന് കുടുംബത്തില് മദ്യപാനം, ലഹരി വസ്തു മൂലം കുടുംബം ഇന്ന് ദാരിദ്ര്യത്തിലാണ്, കടബാധിതയിലാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ഒരു ചോദ്യത്തിൽ നിൽക്കാം. മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അവരെ വേണ്ട വിധത്തിൽ വളർത്താൻ പറ്റാത്ത അവസ്ഥ. അത്രമാത്രം സാമ്പത്തിക മേഖല തകർന്നു, സാമൂഹികമായ ബന്ധങ്ങൾ തകർന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നു. ഇന്ന് ചെറുപ്പക്കാരിൽ പോലും, പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും, യുവത്വങ്ങളിൽ നമ്മൾ കാണുന്ന ഒരവസ്ഥ, ഈ ലഹരി വസ്തുക്കളുടെ ആധിപത്യം മൂലം യുവത്വങ്ങൾ തകർന്ന അവസ്ഥ ഇന്ന് വേദനയോടെ കണ്ടത് ഈ ശുശ്രൂഷയിൽ പറയാൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനത്തിലൂടെ ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരന്മാര് എത്ര നല്ല മനുഷ്യരാ,
എത്ര നല്ല മനുഷ്യരാ, പക്ഷേ മദ്യം കഴിച്ചു, ലഹരി വസ്തുക്കൾ കഴിച്ചു. ഇന്ന് അവരെ പോലെ എന്താ പറയാ, ഒരു വെറുക്കപ്പെട്ട ജീവിതം പോലെ അവരുടെ ജീവിതം മാറിയിരിക്കുന്നു. അവർക്ക് ആഗ്രഹമുണ്ട് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. ഈ മദ്യത്തിൽ നിന്ന്, ലഹരി വസ്തുക്കളിൽ നിന്ന് ഒരു മോചനം വേണം. എനിക്ക് രക്ഷപ്പെടണം ഇതിൽ നിന്ന്, എനിക്കൊരു വിടുതൽ ഇതിൽ വേണം. എന്റെ കുടുംബം എന്ന് രക്ഷിക്കപ്പെടണം. കർത്താവിന് മാത്രമേ ഇതിൽ നിന്ന് വിടുതൽ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ എല്ലാ പ്രിയപ്പെട്ട മക്കളും പ്രാർത്ഥിക്കാനും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സ്നേഹമുള്ളവരെ, ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയ. കർത്താവിനോട് നിങ്ങൾ പറയണം, കർത്താവേ, കർത്താവേ, എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ വേണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ പ്രാർത്ഥിക്കണം. ഈ മദ്യത്തിന്റെ ലഹരിയുടെ ആധിപത്യത്തിൽ നിന്നൊരു മോചനം എനിക്ക് വേണം. എന്റെ കുടുംബത്തിൽ നിന്ന് വേണം. എന്റെ മകനിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഇതിൽ നിന്ന് വേണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. മദ്യപാനത്തിൽ പെട്ടുപോയ മക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ കരുണ അവരുടെ മേൽ നിറയണ്ടേ. കർത്താവിന്റെ കൃപ അവരുടെ മേൽ നിറയണ്ടേ. കാരുണ്യവാനായ കർത്താവേ, പ്രാർത്ഥിക്കുന്നു യേശുവേ, ഇവരുടെ പൂർവീകരിലൂടെ, ഇവരുടെ മാതാപിതാക്കളിലൂടെ, ഇവരുടെ കുടുംബ തലമുറകളിലൂടെ, കുടുംബ പരമ്പരകളിലൂടെ, ജീവിത മേഖലകളിലൂടെ, കൂട്ടുകെട്ടുകളിലൂടെ, പലവിധ ബന്ധങ്ങളിലൂടെ, ജോലി മേഖലകളിലൂടെ, പഠന മേഖലകളിലൂടെ ഈ മക്കളിലേക്ക് കടന്നു വന്നിട്ടുള്ള മദ്യത്തിന്റെ ലഹരിയുടെ സകല സ്വാധീനങ്ങളും ഇന്ന് ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ മിഖായേലിനോട് ചേർന്ന്, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, മാർപ്പാപ്പയോട് ചേർന്ന്, മെത്രാൻ സംഘങ്ങളോട് ചേർന്ന്, ബെനഡിക്റ്റൻ സഭയോട്, ഞങ്ങളുടെ അധികാരികളോട് ചേർന്ന്, വൈദിക കൂട്ടായ്മയോട് അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്താ ഈ സ്വാധീനത്തെ, ഈ അടിമത്ത മേഖലകളെ ഇതാ ഞാൻ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. കാൽവരി കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടി പായിക്കുന്നു. മദ്യത്തിന്റെ ലഹരിയുടെ ആധിപത്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തെ തകർന്നടിഞ്ഞു പോകട്ടെ, വിട്ടുമാറി പോകട്ടെ. കർത്താവിന്റെ കൃപ നിറയട്ടെ, യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. മദ്യപാനത്തിന്റെ മേലെ, അതിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളുടെ മേലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, മദ്യത്തിന്റെ ലഹരിയുടെ വസ്തുക്കളുടെ അടിമത്തത്തിൽ കഴിയുന്ന ഓരോ മകനും മകളും ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം, വിടുതൽ സ്വീകരിക്കാം. കർത്താവായ യേശുവേ, മദ്യലഹരിയുടെ ആധിപത്യങ്ങൾ വ്യക്തി കുടുംബ തലമുറകളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. തലമുറകളിലൂടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലൂടെ, സമൂഹത്തിലൂടെ കടന്നു വന്ന് മദ്യത്തിന്റെ ലഹരിയുടെ സകല സ്വാധീനങ്ങൾ ദൈവമക്കളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ വിട്ടുമാറി പോകട്ടെ, വിട്ടുമാറി പോകട്ടെ, വിട്ടുവപ്പിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ മകന്റെ മകളുടെ യേശുവിന്റെ നാമത്തിൽ മദ്യത്തിന്റെ ലഹരിയുടെ സകല സ്വാധീനം വിട്ടോടിന് പോകട്ടെ. പിതാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകട്ടെ. ദൈവമക്കളിൽ വിട്ടുമാറി പോകട്ടെ. നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകട്ടെ. കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടി പായിക്കുന്നു. നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. ആത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താൻ വിട്ടുപോകട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവേ, മദ്യപാനം മൂലം, ലഹരി വസ്തുക്കൾ മൂലം
വ്യക്തിത്വത്തിൽ വന്നു ഭവിച്ച എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും കർത്താവേ ഈ നിമിഷം ദൈവമക്കളുടെ വ്യക്തിത്വങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ വിട്ടുവപ്പിക്കപ്പെടട്ടെ, നിർവീര്യമായി പോകട്ടെ. ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു, വിടുതൽ സ്വീകരിക്കുന്നു, ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന ഓരോ മകന്റെ മേല് ഇപ്പോൾ ഈ സമയം വിടുതൽ സംഭവിക്കുന്നു. യേശുവിൻ തിരുനാമത്തിൽ നീങ്ങിപ്പോയിടുന്നു. ഈ സമയം അത്ഭുത വിടുതൽ സംഭവിക്കുന്നു. വിടുതൽ സ്വീകരിക്കട്ടെ. ഈ മീഡിയയിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവര്, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകളുടെ മേലെ സാത്താൻ എന്ന് കൊണ്ടുവന്ന് മദ്യലഹരിയുടെ സകല കെട്ടുകൾ വീട്ടറിയട്ടെ. അതിന്റെ സ്വാധീനങ്ങൾ, അടിമത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുവപ്പിക്കപ്പെടട്ടെ, വിട്ടുതൽ പ്രാപിക്കട്ടെ, അഭിഷേകം നിറയട്ടെ, വിട്ടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ തിരുനാമത്താൽ. ഇപ്പോൾ ഈ സമയം തന്നെ ഓരോ വ്യക്തികളുടെ മേൽ, യേശുവിൻ തിരുനാമത്താൽ ഓരോ മകളുടെ മേൽ, ഓരോ കുടുംബത്തിന്റെ തലമുറകളുടെ മേൽ അത്ഭുത വിടുതൽ സംഭവിക്കുന്നു. എല്ലാ സ്വാധീനങ്ങളും ജീവിതങ്ങളിൽ നിന്ന് വേരോടുകൂടി ഈ നിമിഷം വീട്ടൊടിയട്ടെ, വീട്ടൊടിഞ്ഞു പോകട്ടെ, വിടുവിക്കപ്പെടട്ടെ. മദ്യത്തിന്റെ ലഹരിയുടെ സകല സ്വാധീനങ്ങൾ കർത്താവേ നിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. വിടുതലിന്റെ ശക്തി നിറയട്ടെ, അഭിഷേകത്തിന്റെ ശക്തി അപ്രകാരമുള്ള മകളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. സ്വീകരിച്ചു സ്തുതിക്കുന്നു, സ്വീകരിച്ചു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ശക്തി ഒഴുകട്ടെ, ഒഴുകട്ടെ, കർത്താവിന്റെ കൃപ നിറയട്ടെ, യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. ഓ ദൈവമേ, മദ്യത്തിന്റെ ലഹരിയുടെ സകലമായ സ്വാധീനങ്ങൾ ഓരോ മകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് തലമുറകളിൽ നിന്ന് പേരോടുകൂടി എന്നേക്കുമായി ഇതാ പൗരോഹിത്യ അധികാരത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുടുംബ തലമുറയിൽ നിന്ന് വിട്ടുമാറട്ടെ, വീട്ടൊഴിഞ്ഞു പോകട്ടെ, വീട്ടുവപ്പിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.